ഇസ്രായേലിന്റെ ഗ്രൗണ്ട് ഇൻവേഷൻ, ലബനനുള്ളിൽ അവർ നുഴഞ്ഞു കയറി നടത്തുന്ന സ്പെഷ്യൽ ഓപ്പറേഷൻ അതിപ്പോ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് സംഭവിച്ചതിനു ശേഷവും ഇസ്രായേലിന്റെ വ്യോമാക്രമണം ലബനനുള്ളിൽ കുറഞ്ഞിട്ടേയില്ല. ഇന്നലെ ഒറ്റ ദിവസത്തിൽ മാത്രം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ, അതായത് ബെയ്റൂട്ടിന് ചുറ്റും നടത്തിയ ആക്രമണത്തിൽ മാത്രം 95ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ഹിസ്ബുള്ളയുടെ നേതാക്കൾ എവിടെയെല്ലാമാണോ ഉള്ളത്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് പ്രധാനപ്പെട്ട സഹായം ആരെല്ലാമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ നെറ്റ്വർക്ക് എല്ലാം ഇസ്രായേൽ ഇപ്പോ അവരുടെ വ്യോമാക്രമണത്തിലൂടെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇസ്രായേലിനും ലബനനും ഇടയിൽ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായി നമുക്കറിയാം. ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം ആദ്യമായി ഇസ്രായേലിന്റെ ആർമഡ് ഫോഴ്സസ് ലബനൻ ബോർഡറിനുള്ളിലേക്ക് കടന്നു. ഇസ്രായേൽ ലബനൻ യുദ്ധം 2006 അവസാനിച്ചതിനു ശേഷം ആദ്യമായി അവരുടെ ബോർഡർ കഴിഞ്ഞ് ലബനനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. നേരത്തെ ഇസ്രായേലിന്റെ സ്പെഷ്യൽ യൂണിറ്റ്സ് ലബനനുള്ളിൽ പോയതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് ഗ്യാതറിംഗ് അവിടെ കൂടുതൽ ഇസ്രായേലിന് ലഭിച്ചു. ഇങ്ങനെ ലഭിച്ചതിനു ശേഷം ആദ്യം അവർ ലക്ഷ്യം വെച്ചത് ഹിസ്ബുള്ളയുടെ ടണൽ നെറ്റ്വർക്ക്സ് ആയിരുന്നു. ആർട്ടിലറി സ്ട്രൈക്സും ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ ഗ്രൗണ്ട് സപ്പോർട്ടും ഇസ്രായേൽ സൈനികർക്ക് ഇപ്പോൾ കൂടുതൽ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടണൽ നെറ്റ്വർക്കിനെ ഏകദേശം 3 കിലോമീറ്റർ വരെയും ബോർഡറോട് ചേർന്നുള്ള ടണൽ നെറ്റ്വർക്സിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇതാണ് ആദ്യഘട്ടമായി ഇസ്രായേൽ ചെയ്ത കാര്യം. ഇങ്ങനെ ഇസ്രായേലിന്റെ ഫോഴ്സസ് അകത്തേക്ക് കയറിയതിനു ശേഷം ലബനൻ പട്ടാളക്കാർ അവിടെ ഉണ്ടാകുമല്ലോ. ഇസ്രായേൽ സൈന്യം അകത്തേക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലായതും ലബനൻ പട്ടാളക്കാർ അങ്ങനെ പുറകിലേക്ക് പോകാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി, നമുക്കിവിടെ പ്രതിരോധിക്കാൻ സാധിക്കില്ല, ഇസ്രായേലിനും നമുക്കുമിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട, ഇവിടെ ആവശ്യമില്ലാതെ ഒരു മരണം ഉണ്ടാക്കണ്ട എന്നതിനു വേണ്ടി അവരങ്ങനെ പിന്മാറാൻ തുടങ്ങി. സത്യത്തിൽ ഇപ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹിസ്ബുള്ളയുടെ പ്രതിരോധം എന്നത് ഇസ്രായേലിന് ഒട്ടും തന്നെ ഇല്ല. അകത്തേക്ക് വന്ന ഇസ്രായേലിന്റെ സൈനികർ മുന്നേറി വരുന്ന സ്ഥലങ്ങളിൽ അവർ എന്തെല്ലാമാണോ ചെയ്യണമെന്ന് ചിന്തിച്ചത് അവയെല്ലാം ബോർഡറോട് ചേർന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വെറും റോക്കറ്റ് ആക്രമണം മാത്രമാണ് ഹിസ്ബുള്ള ചില സ്ഥലങ്ങളിൽ നടത്തിയത്. അതല്ലാതെ കൂടുതലായുള്ള ഏതൊരു ആക്രമണവും ഹിസ്ബുള്ളയ്ക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ലബനനുള്ളിൽ ഹിസ്ബുള്ള നുഴഞ്ഞു കയറിയതിനു ശേഷം അവർ എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ അകത്തേക്ക് കയറിയവർ IDFന്റെ ടെമ്പററി ബഫർ സോൺ അവിടെ സൃഷ്ടിച്ചു. ഇങ്ങനെ സൃഷ്ടിച്ചതിന് ശേഷം ഈയൊരു ബഫർ സോൺ ഏതാനും ചില കിലോമീറ്റർ ദൂരമുള്ള ഒരു സോണായി മാറി. IDFനെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ സിറ്റിസൺസിനെതിരെ ഹിസ്ബുള്ള ഏതെങ്കിലും റോക്കറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ആക്രമണം ചെയ്യണം എന്ന് ശ്രമിച്ചാൽ അത് ഈ ബഫർ സോണിനെയും കടന്ന് മാത്രമേ നോർത്തേൺ കമ്മ്യൂണിറ്റീസിലേക്ക് പോകാൻ കഴിയൂ. അതായത് ബോർഡറിൽ നിന്നും ഡയറക്റ്റ് ഫയർ ചെയ്ത് നോർത്തേൺ കമ്മ്യൂണിറ്റീസിനെ ഫയർ ചെയ്യുന്നതിനും ഇടയിൽ ഇങ്ങനെ ഒരു ബഫർ സോൺ ഉള്ളതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. നടുവിലെ ഈ ബഫർ സോൺ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്ന ഒന്നായിരിക്കും. അപ്പോ നോർത്തേൺ സൈഡ് എന്നത് അവിടെ സേഫ് ആകും. ഇസ്രായേൽ ഹിസ്ബുള്ള നടുവിൽ ഈ ഒരു ബഫർ സോൺ, ഈ സോണിനപ്പുറം ഏതൊരു ആക്രമണവും നോർത്തേൺ സോണിൽ വരില്ല എന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോ ഇങ്ങനെ ഒരു ശ്രമം ഇസ്രായേൽ നടത്തിയത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിസൺസിനെ നോർത്തേൺ പ്രദേശത്തേക്ക് തിരികെ കൊണ്ടുവരാൻ എന്തെല്ലാം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു രാജ്യം തന്റെ സൈനികരെ ഉപയോഗിച്ച് തന്റെ രാജ്യത്തിലെ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത് ഇസ്രായേൽ അവരുടെ ഈയൊരു ഭാഗത്ത് നിന്നും കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് യഥാർത്ഥമായ ഒരു കാര്യം. ഇതിനെ ചുറ്റി ഒരുപക്ഷെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇവരാണ് ഇവിടെ അഗ്രസർ, ഇങ്ങനെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളെ 100% അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ മറ്റ് രാജ്യങ്ങളുമായിരുന്നെങ്കിൽ തീർച്ചയായും ഏതൊരു രാജ്യവും അവരുടെ പൊതുജനങ്ങളെ മറ്റ് രാജ്യങ്ങൾക്ക് മുൻപിൽ ബലിയാടാക്കില്ല. അമേരിക്കയുടെ അധികാരികളോട് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് ഇപ്പോ ദേഷ്യത്തിലാണ്. വാർ ക്യാബിനറ്റ് അനൗൺസ് ചെയ്തത് ഞങ്ങൾ ഒരു ആക്രമണം നടത്തുമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഒരു സർപ്രൈസായി യാതൊരു അനൗൺസ്മെന്റും കൂടാതെ അകത്തേക്ക് കയറണം എന്നാണ് ചിന്തിച്ചത്. എന്നാൽ ഈ 12 മണിക്ക് മുൻപ് തന്നെ 10:50 അമേരിക്കയുടെ ഒഫീഷ്യൽസ് ഒരു കാര്യം ലീക്ക് ചെയ്തു. ഇസ്രായേൽ ഞങ്ങൾക്ക് ഒരു വിവരം തന്നിട്ടുണ്ട്, ഉടൻ തന്നെ ലബനനുള്ളിലേക്ക് അവർ നുഴയുമെന്നുള്ള കാര്യം ഞങ്ങളെ അറിയിച്ചു. ഇത് അമേരിക്ക ഒരു പ്രസ്താവനയായി പുറത്തുവിട്ടു. ഈ വിവരം പുറത്തു വന്നതിന് ശേഷം ഇത് വാർ ക്യാബിനറ്റിൽ പ്രശ്നങ്ങൾ വലുതായൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചില മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോട് ഒരു ഇൻഫോർമേഷൻ നൽകി, അപ്പോ ഞങ്ങൾ അകത്തേക്ക് കയറിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അത് പുറത്ത് പറയാവൂ. എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ അതിന് മുൻപ് തന്നെ പറഞ്ഞു? നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും സംഭവിച്ചില്ല.
ഒരുപക്ഷെ ഹെസ്ബുള്ള കാരണം ഏതെങ്കിലും ഒരു ആക്രമണം നടന്നുവെങ്കിൽ അതിവിടെ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും. നിങ്ങൾ ഇത് പുറത്ത് പറയാൻ പാടില്ലായിരുന്നുവെന്ന് ഓപ്പണായി തന്നെ അമേരിക്കയെ നോക്കി പറയാൻ തുടങ്ങി. അതുകൂടാതെ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഇന്ന് ഇസ്രായേലിനോട് സംസാരിച്ചതിനു ശേഷം ഇസ്രായേലിന് ആവശ്യമായ സഹായമെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു. ഇസ്രായേലിന് അമേരിക്ക ബാക്ക് സപ്പോർട്ടായി നിൽക്കുമെന്നും ഏതൊരു പ്രശ്നം ഇസ്രായേലിന് വന്നാലും അതിനെ തടയാൻ അമേരിക്ക സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസം വീണ്ടും നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് സീസ് ഫയർ തീർച്ചയായും കൊണ്ടുവരാൻ സാധിക്കും. സീസ് ഫയർ അമേരിക്ക വിചാരിച്ചാൽ ഇസ്രായേലിന്റെ സഹായത്തോടുകൂടി തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്നൊരു കാര്യം പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞ അടുത്ത 2 മണിക്കൂറിൽ തന്നെ ഇസ്രായേൽ ഡയറക്റ്റ് ലെബനനുള്ളിലേക്ക് നുഴഞ്ഞു. അപ്പോ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ അടിസ്ഥാനമാക്കിയുള്ള അമേരിക്കയുടെ രാഷ്ട്രീയം എന്നത് മാറുകയാണോ, അല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ് എന്നത് വളരെ കൂടുന്നോ എന്നൊരു ചോദ്യവും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ പൊളിറ്റിക്സിൽ ഇസ്രായേലിന്റെ പങ്കെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോ ഈ ഒരു സമയത്ത് അമേരിക്ക എത്ര ശ്രമിച്ചിട്ട് പോലും ഇസ്രായേലിന്റെ അധിനിവേശം അവരെ കൊണ്ട് തടയാനായില്ല. അങ്ങനെ തടയാനാകാത്തതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ സമയമായതുകൊണ്ടും കമലാ ഹാരിസും പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ പല സ്ഥലങ്ങളിലും സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ വോട്ടെന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ലക്ഷ്യം വയ്ക്കാനായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു സീസ് ഫയർ ഡീൽ ഇത്തവണ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇലക്ഷനിൽ അവർക്ക് ഫേവറായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു. ഇപ്പോ ഇവർ എന്തു തന്നെ ചെയ്തിട്ട് പോലും ഒരു സീസ് ഫയർ ഡീൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നെഗറ്റീവ് ഇമ്പാക്ട് തീർച്ചയായും ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഈ ഇലക്ഷൻ കാരണം സംഭവിക്കും. ഇത് ഒരു പ്രശ്നമല്ല എന്ന് വയ്ക്കാം. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇസ്രായേൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ എല്ലാം ഇസ്രായേലിന്റെ സെൽഫ് ഡിഫൻസ് ആണ്. തന്റെ ജനങ്ങളെ സംരക്ഷിക്കാനും തന്റെ എക്സിസ്റ്റൻസിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഈ സെൽഫ് ഡിഫൻസ് അറ്റാക്ക് ഇതിനെല്ലാം പുറകിൽ അമേരിക്ക ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞതുപോലെ നാളെ ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ ഇതുപോലെ തന്നെ പറയുമോ? അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീർ, തീവ്രവാദികൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോ ഇന്ത്യയും ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഇതേ അമേരിക്ക ഇവരുടെ നയം മാറ്റാതെ ഇതേ വാക്കുകൾ ഇന്ത്യയോട് പറയണം. പക്ഷെ അവർ പറയുമോ, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്ന് നോക്കിയാൽ തീർച്ചയായും ചെയ്യില്ല. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ജിയോപൊളിറ്റിക്കൽ വൈസ് അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും. എന്നാൽ ഇതുപോലെ ഇന്ത്യ ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം പാകിസ്ഥാൻ ആയുധം നൽകുന്നത് അമേരിക്ക ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ സമ്മർദ്ദം ചെലുത്തുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് നിർത്തുകയും കുറ്റാരോപണം നടത്തുകയും ചെയ്യും. ലോക സമാധാനം നമ്മൾ നശിപ്പിക്കുന്നുവെന്ന് ഓപ്പണായി പറയുകയും ഇന്ത്യയെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെക്കുകയും ചെയ്യും. അപ്പോ അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ജിയോപൊളിറ്റിക്സ് വർക്കാകുന്നത്. ഈ സെൽഫ് ഡിഫൻസിനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്താൽ അത് ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എതിരെ ഉള്ളവർ ചെയ്താൽ അത് മറ്റൊരു രീതിയിലായിരിക്കും എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല. ഇതിനിടയിൽ ലബനന്റെ ബെയ്റൂട്ട് ഭാഗങ്ങളിൽ ഫട്ടാ നേതാവിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ അവിടെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഡമാസ്കസിൽ ഇറാനിയൻ എംബസിക്ക് ചില മീറ്റർ മാറി ഒരു കാറിന് നേരെ ടാർഗറ്റഡ് സ്ട്രൈക്ക് ഇന്നലെ നടത്തിയതായും ചില ഫൂട്ടേജസ് പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത് ഇതുവരെയും വെരിഫൈ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനിയൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ആരെയെങ്കിലും ലക്ഷ്യം വെച്ചതാണോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഒന്നും അറിയില്ല. ഒരു ടാർഗറ്റഡ് സ്ട്രൈക്ക് മാത്രം ഡമാസ്കസ് ഭാഗത്ത് നടന്നിട്ടുണ്ട്. അതുപോലെ സിറിയയിലുള്ള ഇറാൻ സപ്പോർട്ടേഴ്സ് വീണ്ടും ഇന്നലെ അമേരിക്കയുടെ ട്രൂപ്സിന് നേരെ ഒരു ആക്രമണം നടത്താൻ ശ്രമിച്ചു. എന്നാൽ ഇതിൽ വലിയ ആപത്തൊന്നും ഇല്ല എന്നും അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റിൽ കൺഫേം ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ എന്താണോ നടക്കരുത് എന്ന് നമ്മളെല്ലാം ചിന്തിച്ചത് അതെല്ലാം ഇപ്പോൾ സംഭവിക്കുകയാണ്. ഇസ്രായേൽ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കടന്നാൽ തീർച്ചയായും അവിടെ ഒരു റീജിയണൽ വാർ വരും എന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് വെറും ഒരാഴ്ച മാത്രം, ഒരേ ആഴ്ചയിൽ ഇസ്രായേൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവർ ചെയ്തു കാണിച്ചു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇസ്രായേൽ ഇപ്പോൾ ലെബനനുള്ളിൽ നുഴഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം പ്രതിരോധം ഉണ്ടായാൽ മാത്രമേ അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്ത് സംഭവിക്കുന്നു, ലോകനാടുകൾ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അവിടെ യാതൊരു റെസിസ്റ്റൻസ് ഒന്നും തന്നെ ഇല്ല. ഹിസ്ബുള്ളയെ കൊണ്ട് അവിടെ വലിയൊരു പ്രതിരോധം നൽകാൻ കഴിയാത്തതുകൊണ്ട് ഇസ്രായേൽ വളരെ എളുപ്പത്തിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോ അടുത്തടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ നമുക്കറിയാം. റഷ്യ ഉക്രൈൻ ഭാഗത്ത് പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൂടെ റഷ്യ ഉക്രൈനെ കുറിച്ച് നമുക്കറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.